ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകനായ വിദ്യാസാഗർ ഗുരുമൂർത്തിയും ചേരുന്നു. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, കട്ടിംഗ് സൗത്ത് എന്ന ആശയമേറെ വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ജനം TV കൊണ്ടുവന്നതാണ്. അതോടൊപ്പം ഈ ആശയം പോപ്പുലർ ഫ്രണ്ടിൻ്റേതാണ് എന്നുകൂടി വ്യക്തമാകുന്നു. അതായത് NDF-ന്റെ സ്ഥാപകരിൽ ഒരാളായ P. കോയ തുടങ്ങി വെച്ച യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ആശയമാണ് പിന്നീട് കട്ടിംഗ് സൗത്തായി പരിണമിച്ചത്. ഈ കട്ടിംഗ് സൗത്തിന് വേണ്ടി PFI ഭീകരർ നവമാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വ്യക്തമായ പ്രചാരണം നടത്തി വിഘടനവാദം തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് സംശയമില്ലാത്ത വണ്ണം നമ്മൾ മുമ്പ് എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ഇത്തരത്തിലുള്ള പല ആശയങ്ങളും ഈ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് ഒരിക്കലും അവരുടെ സമൂഹത്തിലൂടെ അല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായതും ഞെട്ടിക്കുന്നതുമായ സത്യം. കാരണം ഇപ്പോൾ കട്ടിംഗ് സൗത്ത് ആശയം ആരിലൂടെയാണ് നടത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദുക്കൾ, മതേതര ഹിന്ദുക്കൾ തുടങ്ങിയിട്ട് ഹിന്ദുക്കളിലൂടെ, അല്ലെങ്കിൽ മതേതര ക്രിസ്ത്യാനി, മതേതര കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനി, ഇതര മതസ്ഥരുടെ പേര് കടം കൊണ്ടിട്ടാണ്. ഇപ്പൊ ഞാൻ തുറന്നു പറയുകയാണ്, മനോരമ ചാനലിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ എവിടെയെന്ന് അറിഞ്ഞൂടാ പ്രമോദ് രാമൻ എന്ന വ്യക്തി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ജേർണലിസ്റ്റ് ആണ്. അയാൾ കുറെ കാലങ്ങളായിട്ട് എഴുതുന്ന ചില കാര്യങ്ങൾ, പറയുന്ന ചില കാര്യങ്ങളെല്ലാം കൃത്യമായ കട്ടിംഗ് സൗത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അത് യാദൃച്ഛികമല്ല. അത്യാവശ്യം സമൂഹത്തിൽ പേരുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ ജേർണലിസ്റ്റുകളോ അല്ലെങ്കിൽ എഴുത്തുകാരെയൊക്കെ കടമെടുത്തുകൊണ്ട് അവരിലൂടെയാണ് ഈ ആശയം പ്രചരിപ്പിക്കുന്നത്. ഇപ്പം വളരെ കൃത്യമായ ഒരു പ്ലാനിങ്, ഒരു ജമാഅത്തെ ഇസ്ലാമി സ്റ്റൈൽ ആണ് ഇതിലൊക്കെ ഉള്ളത്. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ആശയം ജനങ്ങളിൽ എത്തണമെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരും ഈ കാലത്ത് ഗൗനിക്കുകയില്ലെന്നും അതിനൊരു ഭീകരവാദം പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നുള്ളത് കൊണ്ട് മാരീച വേഷങ്ങളിലൂടെയാണ് ഈ ആശയങ്ങളെല്ലാം ഇപ്പൊ കടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഏർബൻ നക്സൽസ് എന്ന് പറഞ്ഞു. ഏർബൻ നക്സൽസ്, ഈ ഏർബൻ നക്സൽസ് ആരാണ്? ഏർബൻ നക്സൽസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റ്, റാഡിക്കൽ ഫണ്ടമെന്റൽ ഇസ്ലാമിസ്റ്റ് ഇൻ ദ ഗൈസ് ഓഫ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓർ റൈറ്റേഴ്സ് ഓർ ജേർണലിസ്റ്റ്. അതായത് രാഷ്ട്രീയക്കാരായിട്ടോ എഴുത്തുകാരായിട്ടോ പത്രക്കാരായിട്ടോ ഒക്കെ അവതരിക്കുന്ന ഹിന്ദു നാമധാരികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരികൾ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് പൊതുജനങ്ങൾക്കിടയിൽ ഇതിനൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുക എന്ന തന്ത്രമാണ് എല്ലാ ഫണ്ടമെന്റൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളും പേർന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പോയി വീഴുന്നവർ, ഇപ്പൊ മുകുന്ദൻ സി മേനോൻ എന്ന വ്യക്തി മരിച്ചുപോയി, പത്രക്കാരനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. മുകുന്ദൻ സി മേനോൻ എനിക്ക് തോന്നുന്നു ഒരു NDF നേതാവും പറയാത്ത അത്രയും കാര്യങ്ങൾ ഇസ്ലാമിസ്റ്റ് റാഡിക്കലൈസേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് മേനോൻ എന്ന പേര് കളയാത്തത്? ആ ജാതി പേര് കളയാത്തത് എന്തുകൊണ്ടാണ്? അത് ഇവരുടെ ആസൂത്രണമാണ്. ഒരിക്കലും കളയരുത്. EMS നമ്പൂതിരിപ്പാട് എന്താ കളയാത്തത്? EMS നമ്പൂതിരിപ്പാട് എന്ന പേരിൽ ഇസ്ലാമിസ്റ്റ് ആശയം പറഞ്ഞാൽ അല്ലെങ്കിൽ റാഡിക്കൽ ആശയങ്ങൾ പറഞ്ഞാൽ ഹിന്ദുക്കൾ പോലും അതിനെ എതിർക്കാത്ത രീതിയിൽ സ്വീകാര്യത ഉണ്ടാവും എന്നതുകൊണ്ടാണ് ജാതിക്കെതിരെ പോരാടുന്നു എന്നൊരു സ്ഥലത്ത് പറഞ്ഞ ഇവർ തന്നെ ജാതിപ്പേര് കളയിക്കാതെ തന്നെ ഇവരെ കൊണ്ട് ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പറയിപ്പിക്കുന്നത്. ഇപ്പൊ റാഡിക്കൽ ആയിട്ടുള്ള ആശയങ്ങളുടെ എല്ലാം പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ NDF ഒക്കെ ആണെങ്കിലും അത് പറയുന്നവര് അവരുടെ കൈപ്പത്തികളായി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന മതേതരവാദികൾ എന്നറിയപ്പെടുന്ന ജാതിപ്പേര് കളയാത്ത ഹിന്ദുക്കളെ കൊണ്ടോ ക്രിസ്ത്യാനികളെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ സമാജത്തിൽ ഒരു ആശയ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നന്നേ പണിപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വിജയം ഇവർ എത്താത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദു സമൂഹം വളരെ അലേർട്ടാണ്. ഇങ്ങനെ എന്ത് ആശയം വന്നാലും ഉടനെ പോയി അണിനിരക്കാതെ നമ്മൾ വളരെ വളരെ അധികം ഇസ്ലാം ഫണ്ടമെന്റലിസം എന്ന വലിയ ശത്രുവിനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വലിയ ശത്രുവിനെ കൃത്യമായിട്ട് അനുദിനം ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതോടെ നമുക്ക് ഈ വിഷയത്തിൽ സഹായകമായിട്ടുണ്ട്. ശ്രീ വിദ്യാസാഗർ, ഒരു കാര്യം കൂടി, ഇത് വിവാദ വിഷയമായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കോൺക്ലേവിന്റെ പേര് അത് തന്നെ വളരെ വിദഗ്ധമായി കട്ടിംഗ് സൗത്ത് എന്നുള്ളത് കട്ടിംഗ് ഗ്ലോബൽ സൗത്ത് എന്നാക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതിന്മേലാണ് ചർച്ചകൾ എന്ന് വന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഈ നവമാധ്യമങ്ങളിലടക്കം പങ്കുവച്ചവരൊക്കെ കൃത്യമായി ഭാരതത്തിൻ്റെ മാപ്പ് തന്നെയാണ് പങ്കുവച്ചത്. അതിൽ ഒരു പ്രത്യേക നിറത്തിലൂടെ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്നു. കൃത്യമായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്തെന്നുള്ളത് വളരെ പരോക്ഷമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അതിനൊരു രസകരമായ സംഗതി, ഈ സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ഒരു സന്യാസിയെ പോലും അവർ വിലക്കെടുത്തില്ലേ? സന്യാസം എടുത്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ കാവ്യവേഷധാരിയായ
കേട്ടാൽ ഹിന്ദു സന്യാസിയുടെ പേരുള്ള ഒരാളെ വാടക എടുത്തിട്ട് അവർ പറയുന്നില്ലേ. അതുപോലെ തിരുവനന്തപുരത്ത് ഒരു പ്രൊഫസറുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അയാളെ ഹിന്ദു നാമധാരിയാണ്, എന്തോ നായർ എന്നൊക്കെയുള്ള പേരിലുണ്ട്. അപ്പൊ ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ജനസ്വീകാര്യത ഉണ്ടായി. ഇവരൊക്കെ ഫണ്ടമെന്റലിസ്റ്റിന്റെ പൈസ വാങ്ങുന്നവരാണ്, അവരുടെ പേറോളിലുള്ളവരാണ്. അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് മനസ്സിലാവില്ലെന്ന് മാത്രം. പിന്നെ ഈ മാപ്പ് ചെയ്ത കാര്യം കേരളം മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, കേരളം, ഈ 4 സംസ്ഥാനങ്ങളിൽ കാര്യമായ ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെ കോൺഗ്രസ് ഭരണം സഹായിക്കുന്നുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്, എനിക്കത് മടിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇയാള് ഈ നമ്മുടെ കർണാടകത്തിലെ ഗവൺമെന്റ് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ജിഹാദികൾക്ക് വളരാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലെ അവസ്ഥ എന്താണ്? ഹിന്ദു വിരുദ്ധതയാണ് മതേതരത്വം എന്ന് പറഞ്ഞുണ്ടാക്കണം. ഹിന്ദു വിരുദ്ധതയാണ് മതേതരത്വം. ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ മിഷണറിമാരും പാസ്റ്റർമാരും ചേർന്നിട്ട് വ്യാപകമായി ഹിന്ദുക്കളെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി ദിനംതോറും 100 കണക്കിന് പേരെ എന്ന അവസ്ഥയിൽ റാംപന്റ് ആണ്. അതുപോലെ ഈ ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദു മുന്നണി പ്രവർത്തകരെ വെട്ടിക്കൊന്നാലും കേസില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഈ സൗത്തിൽ മുഴുവൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടെ അല്ലെങ്കിൽ മതേതര ആശയത്തിലൂടെ ഹിന്ദുക്കളെ ആക്രമിക്കുക, കൊല്ലുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവരോടൊപ്പം ചെയ്യുക, ഈ ഓപ്ഷൻ മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇത് ഒരു കേവലം ഭാരതത്തിനകത്ത് ഉടലെടുത്ത ആശയമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന് പുറത്ത് വേരുകളുണ്ട്. വളരെ ഇപ്പോ ഇസ്രായേലിന്റെ അടി വാങ്ങി കൂട്ടുന്ന ചില രാജ്യങ്ങളൊക്കെ ഈ ചിന്തയിൽ പങ്കാളികളാണെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അതെ, വളരെ നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പ്രതികരിച്ചതിനകം.